എവിടെയാണ് മുഖ്യമന്ത്രി? ഒരു പഴങ്കഥയുണ്ട്. കൊള്ളപ്പലിശക്കാരനായ ഒരാൾ മരിക്കാൻ കിടന്നപ്പോൾ ആളുകൾ തന്നെക്കുറിച്ച് നല്ലത് പറയണ കേൾക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അതിന് പരിഹാരം എന്നോണം മരുമകൻ അതിന്റെ ഇരട്ടി പലിശയ്ക്ക് പണം കൊടുത്ത് ആളുകളുടെ വെറുപ്പ് സമ്പാദിച്ചപ്പോൾ മറ്റേയാൾ പുണ്യവാളനായി. അതുപോലെയാണ് ഇപ്പോൾ UDF-ന് ഭരണം കിട്ടിയത്. ഏകാധിപതിയും ഫ്യൂഡൽ മാടമ്പിയുമായ പിണറായി വിജയൻ എന്ന് ലീഗുകാരായ പ്രവർത്തകർക്കുൾപ്പെടെ കണ്ണിലുണ്ണിയായി മാറി. 100 മേനിയിൽ വോട്ട് ചെയ്തെടുത്തിട്ട് എന്ത് കാര്യം? കേരളത്തിന് ഇതുവരെ ഒരു മുഖ്യമന്ത്രി ആയില്ല. നാണക്കേടിന്റെ അങ്ങേയറ്റമെന്നല്ലാതെ ഒന്നും പറയാൻ കഴിയുന്നില്ല. അപമാനഭാരം കൊണ്ട് മറ്റു നേതാക്കൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകൾ കൊണ്ട് നിറയുമ്പോൾ ആത്മാഭിമാനമുള്ള ഒരാൾക്കും കണ്ടിരിക്കാൻ പറ്റില്ല. ചോര നീരാക്കി പ്രവർത്തിച്ച പ്രവർത്തകർ നാണം കെട്ട് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. അധികാരക്കൊതി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ദിനങ്ങളാണ് കടന്നുപോയത്. ടീം UDF ആയിട്ടാണ് മത്സരിച്ചത്. പക്ഷെ ഇപ്പോൾ കൈവഴി പിരിഞ്ഞ് ഞാനും നീയുമായിട്ട് 4 ഭാഗത്തേക്ക് ഒഴുകി ഇപ്പോൾ നിലയില്ലാ കയത്തിലേക്ക് പോയി. 10 ദിനം കഴിഞ്ഞിട്ടും കേരളത്തിന് നാഥനില്ല എന്ന് ഓർക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുറ്റങ്ങൾ നിരത്തിയ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇവിടെ ഒരു മന്ത്രിസഭയെങ്കിലും ഉണ്ടായിരുന്നു. ഈ യോജിപ്പില്ലാത്തവർ, ഈ ഐക്യമില്ലാത്ത ഇവർ ഭരണം കൈയാളിയാൽ എന്താകും കേരളത്തിന്റെ ഗതികേട് എന്നാണ് നാം ചിന്തിക്കേണ്ടത്.